നോമ്പുകാലത്തിലെ 4-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ വായനകളെല്ലാം ദൈവിക പദ്ധതിയുമായി സഹകരിച്ച് ഫലം പുറപ്പെടുവിക്കുന്നവരായി നാം മാറണമെന്ന ചിന്തയാണ് നൽകുക. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള 1-ാമത്തെ വായനയിൽ ബാബേൽ ഗോപുരം നശിപ്പിക്കുന്ന ദൈവത്തെയാണ് നാം കണ്ടുമുട്ടുക. തിന്മ വളർത്തുവാനും പ്രശസ്തി നിലനിർത്തുവാനുമായി ഒന്നിച്ചുകൂടി പരിശ്രമിക്കുന്ന അവരുടെ കൂട്ടായ്മ നന്മയ്ക്കല്ല എന്നും നാശത്തിലേക്കുള്ള യാത്രയാണെന്നും തിരിച്ചറിയുമ്പോൾ അവരെ ചിതറിച്ചു കളയുന്ന ദൈവത്തെയാണ് നാം വചനഭാഗത്തിൽ കണ്ടുമുട്ടുന്നത്. സ്വന്തം പേരിനും പ്രശസ്തിക്കുമായി ദൈവത്തെ മറന്ന് നാം ചെയ്തു കൂട്ടുന്നതെല്ലാം, കെട്ടിപ്പൊക്കുന്നതുമെല്ലാം ചിതറിക്കപ്പെടുമെന്ന തിരിച്ചറിവ് വചനം നൽകുന്നുണ്ട്. ജോഷുവ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള 2-ാമത്തെ വായനയിൽ ജെറീക്കോ എന്ന വലിയ പട്ടണത്തെ ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ നശിപ്പിക്കപ്പെടേണ്ട ഈ പട്ടണത്തിൽ നിന്നും നിങ്ങൾ ഒന്നും എടുക്കരുതെന്നും അപ്രകാരം ചെയ്താൽ ഇസ്രായേൽ പാളയത്തിന് നാശവും അനർത്ഥവും സംഭവിക്കുമെന്നും അവിടുന്ന് കൽപ്പിച്ചിരുന്നു. എന്നാൽ ആഖാൻ എന്ന വ്യക്തി നിഷിദ്ധ വസ്തുക്കളിൽ ചിലത് സ്വന്തമാക്കി. തുടർന്ന് ആയി എന്ന ചെറുപട്ടണവുമായി നടന്ന യുദ്ധത്തിൽ ഇസ്രായേൽ ജനത്തിലെ അനേകർ കൊല്ലപ്പെടുകയും തോറ്റു പിന്മാറുകയും ചെയ്തപ്പോൾ തങ്ങളെ നശിപ്പിക്കുവാനാണോ നീ ജോർദാൻ ഇക്കരെ കൊണ്ടുവന്നതെന്ന് വിലപിക്കുന്ന ജോഷുവയോട് ദൈവം സംസാരിക്കുന്നതാണ് ഇന്നത്തെ 2-ാമത്തെ വായന. നിങ്ങൾ എടുത്ത നിഷിദ്ധ വസ്തുക്കൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല എന്നും അവ നശിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളെ നേരിടുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്നും കർത്താവ് അവർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് അർഹതയില്ലാത്തതും അവകാശമില്ലാത്തതുമായ എന്തും കൈവശം വയ്ക്കുന്നത് നമ്മുടെ നാശത്തിന് കാരണമാകുമെന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. അർഹതയില്ലാത്ത പണമോ വസ്തുക്കളോ വ്യക്തികളോ ബന്ധങ്ങളോ അധികാരമോ ഇവയൊക്കെ നമുക്കുണ്ടെങ്കിൽ അവയെ നീക്കം ചെയ്യാത്ത പക്ഷം അവ നമ്മുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു. ജഡത്തിന്റെ പ്രവണതകളെ നിഹനിച്ച് ആത്മാവിന്റെ പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളും അവകാശികളുമായി തീരുമെന്ന ഓർമ്മപ്പെടുത്തലാണ് റോമാക്കാർക്ക് എഴുതപ്പെട്ട ലേഖനത്തിലൂടെ പൗലോസ് ശ്ലീഹ നമുക്ക് നൽകുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 33 മുതൽ 44 വരെയുള്ള വാക്യങ്ങളാണ് വിചിന്തനത്തിനായി നമുക്ക് നൽകപ്പെട്ട വചനഭാഗം. മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച് യഥാകാലം ഫലം പുറപ്പെടുവിക്കുവാൻ അത് തന്നെ കൃഷിക്കാരെ ഏൽപ്പിക്കുകയും എന്നാൽ യജമാനന്റെ ആഗ്രഹത്തിന് വിപരീതമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കൃഷിക്കാരെയുമാണ് നാം ഇവിടെ കണ്ടുമുട്ടുക. ഈ വചനഭാഗം നമുക്ക് നൽകുന്ന ചില ചിന്തകളെ നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായി, ഫലം ശേഖരിക്കുവാൻ യജമാനൻ നേരിട്ട് വരുന്നതിന് പകരം തൻ്റെ ഭൃത്യന്മാരെയാണ് അയക്കുന്നത്. താൻ നട്ടുപിടിപ്പിച്ച് അതിനു ചുറ്റും വേലി കെട്ടി മുന്തിരിച്ചക്ക് സ്ഥാപിച്ച് ഗോപുരവും നിർമ്മിച്ച് അത് കൃഷിക്കാരെ ഏൽപ്പിക്കുന്ന അദ്ദേഹം ഫലം ശേഖരിക്കുവാൻ വരുന്നില്ല. ഫലം ശേഖരിക്കുന്നത് മറ്റു വ്യക്തികളാണ്. നമ്മുടെ ജീവിതത്തെപ്പറ്റി വിചിന്തനം ചെയ്യുമ്പോൾ ജീവിതത്തിന്റെ ഫലം ശേഖരിക്കുവാനായി ദൈവം ഒരിക്കലും നേരിട്ട് വരുന്നില്ല. എന്നാൽ ഫലത്തിന്റെ ഓഹരി സ്വീകരിക്കുവാൻ ദൈവം മറ്റു പല വ്യക്തികളെ നമ്മുടെ ഇടയിലേക്ക് അയക്കാറുണ്ട്. ഓരോ ദിവസവും നാം കണ്ടുമുട്ടുന്ന നമ്മുടെ കുടുംബാംഗങ്ങളും അയൽപ്പക്കക്കാരും സഹപ്രവർത്തകരും കൂടെ യാത്ര ചെയ്യുന്നവരുമെല്ലാം നമ്മുടെ ഫലത്തിന്റെ ഓഹരി സ്വന്തമാക്കുവാൻ ദൈവം അയച്ചവരാണെന്ന് നാം മറക്കരുത്. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ കൃത്യസമയത്ത് നമ്മോടൊപ്പമുള്ളവരെ സഹായിക്കുവാനും സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനും നാം പരിശ്രമിക്കുമ്പോഴാണ് ദൈവത്തിന്റെ കൃഷിയിടത്തിലെ ഉത്തരവാദിത്വമുള്ള വേലക്കാരായി നാം മാറുക. രണ്ടാമതായി, 42-ാം വാക്യത്തിൽ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടിയിൽ ഇത് അത്ഭുതകരമായിരിക്കുന്നു എന്ന് വിശുദ്ധ ലിഖിതത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ എന്ന് അവിടുന്ന് യഹൂദ നേതാക്കളെ ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്തുവാകുന്ന മൂലക്കല്ലിനെ തിരിച്ചറിയാതെ അതിനെ ഉപേക്ഷിച്ച് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള മൂലക്കല്ലിനെ സൃഷ്ടിക്കുന്നവരായി അവർ മാറിയതുകൊണ്ടാണ് അവിടുന്ന് ഇപ്രകാരം അവരോട് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമുക്കും ഇപ്രകാരം സംഭവിക്കാറില്ല. ക്രിസ്തുവിനെ വിസ്മരിച്ച് അവനാകുന്ന മൂലക്കല്ലിൽ അടിസ്ഥാനമിടാതെ നാം നമ്മുടെ സ്വപ്നങ്ങളും ജീവിതങ്ങളും കെട്ടിപ്പടുക്കാറില്ല.
എൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ഞാൻ തന്നെയാണ് കാരണക്കാരനെന്ന വിശ്വാസത്തിൽ ദൈവാശ്രയ ബോധമില്ലാതെ നാം ജീവിക്കാറില്ല. വ്യക്തിപരമായ പല നേട്ടങ്ങൾക്കുമായി അവനെ തള്ളിപ്പറയുമ്പോൾ, സാക്ഷ്യം നൽകുവാൻ മടി കാണിക്കുമ്പോൾ നാം കെട്ടിപ്പടുക്കുന്ന സൗധങ്ങൾക്ക് ആയുസ് കുറവായിരിക്കും എന്ന് അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നു. മൂന്നാമതായി, ചിലപ്പോൾ നമ്മിലേക്ക് തന്നെ നോക്കുമ്പോൾ മറ്റെല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട്, ഒഴിവാക്കപ്പെട്ട്, മാറ്റി നിർത്തപ്പെട്ടവരായി നമുക്ക് തോന്നിയേക്കാം. ആത്മാർത്ഥതയോടെ ജീവിതത്തിൻ്റെ നല്ല ഭാഗവും ജീവിത പങ്കാളിക്കും സഹോദരങ്ങൾക്കും മക്കൾക്കും ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങൾക്കുമായി മാറ്റിവെച്ചിട്ട് അവസാനം തിരസ്കൃതരായി മാറുന്ന കറിവേപ്പില പോലെ ഒഴിവാക്കപ്പെടുന്ന അനുഭവം നമുക്കുണ്ടാകാം. സ്നേഹമുള്ളവരെ, വചനം നമ്മെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ലിനെ തന്നെ മൂലക്കല്ലായി തിരഞ്ഞെടുത്ത ദൈവം ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും മാറ്റി നിർത്തിയാലും തിരസ്കരിച്ചാലും നമ്മെ ഉപേക്ഷിക്കുകയില്ല എന്നും ചേർത്ത് നിർത്തുമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം ആരെയും വില കുറച്ച് കാണാതെ എല്ലാവരെയും ചേർത്ത് നിർത്തുവാനും നമ്മുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ നോട്ടം കൊണ്ടുപോലും തിരസ്കരണം മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകാതിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.